കൊക്കയാർ പഞ്ചായത്തിലെ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന ഒരു പ്രദേശം, രണ്ട് മൂന്ന് പ്രദേശങ്ങളിലൊന്നാണ് മേലോരം. മേലോരം ഉണ്ട്, മുക്കുളമുണ്ട്, വടക്കേമലയുണ്ട്. ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ക്രമേണ UDFിൻ്റെ ജനപിന്തുണ കുറയുകയും ഇടതുപക്ഷത്തോട് കർഷകരും കർഷക തൊഴിലാളികളും തോട്ടം തൊഴിലാളികളും ഒക്കെ അതിൻ്റെ പിന്നിൽ അണിനിരുന്നതിൻ്റെ ഭാഗമായിട്ട് 15 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വാലിയൻ്റെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. BLRC ബോയ്സ് ടീമിന് വേണ്ടി ഫുട്ബോൾ മൈതാനങ്ങളിൽ നിരവധി പരീക്ഷണഘട്ടങ്ങളെ തരണം ചെയ്തിട്ടുള്ള സഖാവ് സുഗൺ ഇത്തവണ കൊക്കയാർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പരീക്ഷണത്തിലും വിജയിച്ചു. ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും 7 വീതം സീറ്റുകളിൽ തുല്യമായി വന്നതോടെ വോട്ടെടുപ്പ് നടത്തുകയും വോട്ടെടുപ്പിലും തുല്യത പാലിച്ചപ്പോൾ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുവാൻ നറുക്കെടുപ്പ് നടക്കുകയുണ്ടായി. ആ നറുക്കെടുപ്പിൽ വിജയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുത്തനായ സാരഥിയായ സുഗൺ ആയിരുന്നു. പ്രസിഡന്റായി അധികാരമേറ്റ അദ്ദേഹം കൊക്കയാർ ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള തന്റെ പദ്ധതികൾ നമ്മളോട് വിശദീകരിക്കുന്നു. ഞാൻ കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഗുണൻ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരമാണ് കൊക്കയാർ പഞ്ചായത്തിലുണ്ടായത്. ഏതാണ്ട് 15 വർഷക്കാലമായി കൊക്കയാർ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് കൊക്കയാർ പഞ്ചായത്ത് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും കുത്തക പഞ്ചായത്തായിരുന്നു. നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആയിരക്കണക്ക് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു. ക്രമേണ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ക്രമേണ UDFിൻ്റെ ജനപിന്തുണ കുറയുകയും ഇടതുപക്ഷത്തോട് കർഷകരും കർഷക തൊഴിലാളികളും തോട്ടം തൊഴിലാളികളും ഒക്കെ അതിൻ്റെ പിന്നിൽ അണിനിരുന്നതിൻ്റെ ഭാഗമായിട്ട് 15 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. ഈ പ്രാവശ്യം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വലിയ വാശിയേറിയ മത്സരം പഞ്ചായത്തിൽ അരങ്ങേറുകയുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും വ്യത്യസ്തമായി പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് 13 വാർഡുണ്ടായിരുന്ന കൊക്കയാർ പഞ്ചായത്ത് നിയമത്തിനനുസരിച്ച് 14 വാർഡായി വർദ്ധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 7-7 എന്ന നിലയിൽ UDF LDFും സീറ്റുകൾ ലഭിക്കുകയുണ്ടായി. പിന്നീട് പ്രസിഡന്റിനെ തെരഞ്ഞെടുപ്പിൽ വോട്ടും തുല്യനിലയിൽ വന്നതിൻ്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഞാൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തന്നെ ഏറ്റവും തനത് ഫണ്ടൊന്നും തന്നെ ഇല്ലാത്തൊരു പഞ്ചായത്താണ് കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെയും ത്രിതല പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് ജില്ലാ ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെയും സഹായത്താൽ മാത്രമേ കൊക്കയാർ പഞ്ചായത്തിൻ്റെ ഇന്നുള്ള മുൻപോട്ട് പോക്കിന് സഹായമാകൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ വിഭാഗം ജനങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളുടെ ലേബലിൽ മത്സരിച്ച് വിജയിച്ച വിവിധ ബ്ലോക്ക്, ജില്ലാ, MP, MLA തുടങ്ങിയ ആളുകളുടെയൊക്കെ സഹകരണത്തോടു കൂടി മാത്രമേ കൊക്കയാർ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ കൊക്കയാർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി ഭരണം നടത്തുന്നത്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനം സംഘടിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് പഞ്ചായത്തിലെ ആകെ ജനങ്ങളുടെയും എല്ലാ വിഭാഗം രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക രംഗത്തെ എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പഞ്ചായത്തിന് കുറേ കൂടി മുമ്പോട്ട് പോകാനുണ്ട്. മുൻ ഭരണസമിതി ചെയ്തു വെച്ച കുറേ വികസന പ്രവർത്തനങ്ങൾ തുടരാനായിട്ടുണ്ട്. അപ്പോൾ സർക്കാർ അനുവദിച്ചു തന്ന പല പദ്ധതികളും, അതായത് ഇപ്പോൾ ബോയ്സ് എസ്റ്റേറ്റിലെ നല്ല നിലവാരമുള്ളൊരു സ്റ്റേഡിയം അതിൻ്റെ പണി ബാക്കിയായി കിടക്കുന്നു. അതോടൊപ്പം PHC എല്ലാ വിഭാഗം ജനങ്ങൾക്കും അതിൻ്റെ ഗുണം ലഭിക്കുന്നതിന് വേണ്ടി കൊക്കയാർ പഞ്ചായത്തിന് സമീപത്തായി
ബോയ്സ് എസ്റ്റേറ്റുകാർ വിട്ടു തന്ന സ്ഥലത്ത് പണിയേണ്ടതായിട്ടുണ്ട്. നിയമപരമായ ചില തടസ്സങ്ങളുണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെ അത് മുൻപോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഗതാഗത സൗകര്യം കഴിഞ്ഞ പ്രളയകാലത്ത് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടിരുന്നു. കുറേയേറെ റോഡുകൾ പുനരുദ്ധരിച്ചിട്ടുണ്ട്. അത് ബാക്കി കിടക്കുന്ന റോഡ് കൂടി ഗതാഗത യോഗ്യമാക്കി ആളുകൾക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശത്തുള്ള ആളുകൾക്കും പഞ്ചായത്തിൽ എത്തിച്ചേരുന്നതിനും മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകുന്നതിന് ആവശ്യമായ ഗതാഗത സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നൽകുന്ന ലൈഫ് ഭവന പദ്ധതിയുടെ പുരോഗതി നല്ല നിലയിൽ കുറ്റ്യാർ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബാക്കി കൂടി മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമകരമായ ജോലി പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുക്കാൻ എപ്പോഴും സദാ ഞാൻ ഉണ്ടായിരിക്കുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ജനങ്ങളോട് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ പഞ്ചായത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് ജോലി ചെയ്യാനോ ജോലി എടുക്കാനോ ഉള്ളൊരു അവസരമില്ല. വ്യവസായ സ്ഥാപനങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ തൊഴിലും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായി ഉറുമ്പിക്കര എന്ന് പറയുന്ന പ്രദേശത്ത് വലിയ ടൂറിസം സാധ്യതയുള്ള പ്രദേശമാണ്. ആ പ്രദേശത്ത് ടൂറിസം രംഗത്ത് ഇതുവരെ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മുൻ ഭരണസമിതി പല നിർദ്ദേശങ്ങളും സർക്കാരിന് മുൻപിൽ വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ടൂറിസം പദ്ധതി വിപുലമായ നിലയിൽ നടത്തുന്നതിനാവശ്യമായ സഹകരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം മറ്റ് ജനപ്രതിനിധികൾ കൂടി ഇതിനുള്ള സഹായം ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഉറുമ്പിക്കലിലെ മദാമ്പക്കുളം തൊട്ട് ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ 2 വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഒന്ന് വെമ്പിളി വെള്ളച്ചാട്ടവുമായി ബന്ധപ്പെട്ട് അത് വികസിപ്പിച്ചെടുത്താൽ വലിയ തോതിൽ ടൂറിസം രംഗത്തെ ആകർഷിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ സമീപ പഞ്ചായത്ത് പെരുവന്താനത്ത് പഞ്ചാലിമേട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന പ്രദേശമാണ് വെമ്പിളി വഴി ഉറുമ്പിക്കരയ്ക്കുള്ള റോഡെന്ന് പറയുന്നത്. അവിടെ വെമ്പിളിയിലെ പഴയ കാലത്തുണ്ടായിരുന്ന വെള്ളച്ചാട്ടം അതിപ്പോഴും സജീവമായി സീസണുകളിൽ അല്ലാത്തപ്പോഴും ആളുകൾ വരാൻ ഇഷ്ടം പോലെ ആളുകളാണ് നമ്മുടെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ എത്തുന്നത്. ഓഫ് റോഡ് ഡ്രൈവിങ്ങിന് പറ്റിയ പ്രദേശമാണ് ഉറുമ്പിക്കര. അവിടെ അതുകൂടി നല്ല നിലയിലൊരു സംസ്ഥാനത്തൊട്ടുക്ക് ആ പ്രശ്നത്തെ സംബന്ധിച്ച് ആളുകളുടെ ഇടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ പരസ്യങ്ങൾ നൽകിയാൽ ടൂറിസം രംഗത്ത് വലിയ സാധ്യതയുള്ളൊരു പ്രദേശമായി മാറാൻ കഴിയും. ഒരു കാലഘട്ടത്തിൽ ഉറുമ്പിക്കരയുടെ ടോപ്പിൽ നിന്ന് നോക്കിയാൽ ആലപ്പുഴ ബീച്ച് കാണാവുന്ന ഒരു സൗകര്യമുണ്ടായിരുന്നു. ആ നിലയിൽ വലിയ പ്രശസ്തമായ ഒരു പ്രദേശമാണ് ഉറുമ്പിക്കര. ആ ഉറുമ്പിക്കരയുടെ വികസനം പ്രധാന വിഷയമായി കണ്ടുകൊണ്ട് തന്നെ ടൂറിസം രംഗത്തിന് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് വിവിധ ഏജൻസികളെ അതിന് ഇപ്പോൾ സർക്കാരിൻ്റെ നയം തന്നെ സ്വകാര്യ പൊതുമേഖലകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംയുക്തമായി അവിടെ സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിന് റിസോർട്ടുകളായിക്കൊള്ളട്ടെ, ഇപ്പോൾ വാഗമണിലുള്ളതുപോലെ തന്നെ അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് പോലുള്ള സംരംഭങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് കൊണ്ടുവരുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും സ്വകാര്യ വ്യക്തികളെ അവിടെ കൊണ്ടുവന്നത് കാണിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം NTR പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു. അതിൻ്റെ ഉദ്ഘാടനം നടത്തേണ്ടതായിട്ടുണ്ട്. അവിടെ കൊക്കയാർ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത മഴക്കാലത്തിന് മുൻപായി തന്നെ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന നിലയിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം കൂടിയാണ് നടത്തുന്നത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. കൊക്കയാർ പഞ്ചായത്തിലെ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന ഒരു പ്രദേശം 2-3 പ്രദേശങ്ങളിലൊന്നാണ് മേലോരം. മേലോരം ഉണ്ട്, മുക്കുളമുണ്ട്, വടക്കേമലയുണ്ട്. ഇപ്പോൾ അന്തരിച്ച ബഹുമാന്യ MLA സി വാഴൂർ സോമൻ പെരുവന്താനം മുതൽ ചുഴിപ്പ് കൂടി അഴങ്ങാട് മേലോരം ബോയ്സ് വളവുണ്ണവര എന്ന് പറയുന്ന ജംഗ്ഷൻ വരെ റോഡ് നല്ല നിലയിൽ സഞ്ചാരയോഗ്യമാക്കുന്നതിന് 3 കോടി രൂപ അനുവദിച്ചിരുന്നു. അതിൻ്റെ AS എല്ലാം ആയതാണ്. TS ഉടനെ ഉണ്ടാവുന്നതാണ്. ടെൻഡറും ഉടനെ ഉണ്ടാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് ആ റോഡ് ഗതാഗതയോഗ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ തലവൻ എന്ന നിലയിൽ ഞാൻ മുൻകൈ പ്രവർത്തനം നടത്തുമെന്ന് ഇതോടൊപ്പം അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ പഞ്ചായത്തിലെ പ്രധാനമായൊരു പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൻ്റെ മുളങ്കുന്ന് എന്ന് പറയുന്ന പ്രദേശം വലിയ തോതിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുകയാണ്. പല പ്രദേശങ്ങളുണ്ട് കുടിവെള്ളക്ഷാമം. നാരകമ്പുഴയിലുണ്ട് പ്രശ്നം. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നീക്കുപോക്കുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ആവശ്യമായ നിലയിൽ ഇടപെടൽ നടത്തുകയാണ്. ഇപ്പോൾ മുളങ്കുന്നിലേക്കുള്ള കുടിവെള്ള സ്രോതസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുകുത്തിയിൽ മുൻപുണ്ടായിരുന്ന പമ്പിങ് നിർത്തിവെച്ചിരിക്കുകയാണ് ഡിപ്പാർട്ട്മെൻറ്റ്. പല സാങ്കേതിക കാരണങ്ങളാണ് പറയുന്നത്.
എന്നാൽ അവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന പ്രസിഡൻ്റായിരുന്ന KT ബിനു 1 കോടി രൂപ മുടക്കി അവിടെ ഒരു ചെക്ക് ഡാം നിർമ്മിച്ചുകൊണ്ട് ആ കുടിവെള്ള സ്രോതസ്സ് കൂടുതൽ വിപുലമാക്കുന്നതിന് തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു, ടെൻഡർ എടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ ആ ആറ്റിലെ നീരൊഴുക്ക് കുറയുന്നതോടുകൂടി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. അതിൻ്റെ ഭാഗമായി മുളങ്കുന്നിലെ കുടിവെള്ള പ്രശ്നം ആ ചെക്ക് ഡാം നിർമ്മിക്കുന്നതോടുകൂടി ഏകദേശം പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതോടൊപ്പം മേലോരത്ത് മുകളിലായി ഉറുമ്പിക്കരയിൽ നിന്നും വരുന്ന കുടിവെള്ള സ്രോതസ്സിൽ നിന്നാണ് അവിടുത്തെ കുടിവെള്ളം കണ്ടെത്തുന്നത്. അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം നബാർഡിൻ്റെ സഹായത്തോടു കൂടി ഏലപ്പാറയിൽ നിന്നും ഉറുമ്പിക്കര വഴി ഏന്തയാറ്റിലേക്കുള്ള റോഡിൻ്റെ പ്രവർത്തനം ശക്തമാക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ കൂടി നടത്തുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. എനിക്ക് ആത്യന്തികമായി പറയാനുള്ളത്, നാട്ടിലെ ദരിദ്ര കൃഷിക്കാരും തോട്ടം തൊഴിലാളികളും കൂലിപ്പണിക്കാരും അടങ്ങുന്ന ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വെല്ലുവിളി നേരിടുന്നൊരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ക്ഷേമവും ഐശ്വര്യവും ഒക്കെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രവർത്തനമായിരിക്കും ഞാൻ നടത്തുക എന്ന് അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തതിൽ ശക്തമായ മത്സരത്തിൽ നമ്മുടെ കൊക്കയാറിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സുഗതചേട്ടന് നമ്മൾ ചെറുപ്പം മുതൽ കാണുന്നതാണ് NDR ഗ്രൗണ്ടിൽ വെച്ച്. ആ ഒരു സന്തോഷം നമ്മൾ പങ്കിടുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു.